ശ്രീ വി കെ പ്രശാന്ത് ഇത് തിരുത്തുവാൻ ബന്ധപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കണമെന്ന് 9 മിനിറ്റ് എടുക്കാം. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്താങ്ങുകയാണ്. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച കുടത്തുരുത്തി അംഗം അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് അന്നിവിടെ ജനപ്രതിനിധികളായിരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നിന്നും വലിയ മാറ്റം കേരളത്തിലെമ്പാടും ഉണ്ടാക്കാൻ ഈ LDF ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സാറ് 25,000 കോടി രൂപയുടെ പ്രവർത്തികളാണ് കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ നടന്നു വരുന്നത്. അതിൽ ഈ പറയുന്ന കുടത്തുരുത്തി അംഗത്തിൻ്റെ പ്രദേശവുമുണ്ട് എന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകരുത്. ഇവിടുത്തെ UDFൻ്റെ മെമ്പർമാരുടെ പ്രദേശങ്ങളുമുണ്ട് എന്നുള്ള കാര്യവും മറന്നു പോകരുത്. സർ, കിഫ്ബി റീബിൽഡ് കേരള KSTP പദ്ധതികളിലൂടെയാണ് ഇത്രയും പണം ചെലവിട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. സർ, 17,496 കോടി രൂപയുടെ 1,314 പ്രവർത്തികളാണ് കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം. 2 പ്രളയ സന്ദർഭങ്ങൾ, വെള്ളപ്പൊക്കത്തിൻ്റെ സന്ദർഭം അടക്കം നിരവധിയായിട്ടുള്ള കേരളത്തിലെ റോഡുകൾ തരിപ്പണമാക്കിയ ഒരു സ്ഥിതിയുണ്ട്. ആ തരിപ്പണമാക്കിയ സ്ഥിതിയിൽ നിന്നാണ് കേരളത്തിലെ റോഡുകളെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ വിസ്മരിച്ചു പോകരുത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. സർ, 7,700 കിലോമീറ്റർ റോഡുകളാണ് ഈ കാലയളവിൽ നമ്മൾ BMBC നിലവാരത്തിൽ ടാർ ചെയ്തത്. 1,500 കിലോമീറ്റർ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് CPM അല്ലെങ്കിൽ LDF മെമ്പർമാരുടെ മണ്ഡലങ്ങളിൽ മാത്രമാണോ? എല്ലാ 140 MLA-മാരുടെയും നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ വർക്ക് കിടക്കുകയല്ലേ? അപ്പോൾ ഈ കാര്യം വിസ്മരിച്ചു പോകരുതെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. സർ, കാസർഗോഡ് മലയോര ഹൈവേ 13 റീച്ചുകളിൽ പ്രവൃത്തി നടക്കുകയാണ്. ദേശീയപാത 66 അതിൻ്റെ നിർമ്മാണം 2025 പൂർത്തിയാകും. സാർ, കേരളത്തിലെമ്പാടും കടന്നു പോകുന്ന റോഡല്ലേ അത്? കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന നിലയിലേക്ക് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിയുമ്പോൾ മാറുമെന്നുള്ളതാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഏതാണ്ട് 5,000-ലധികം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിന് ഭൂമി വിലയായി കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. സ്വാഭാവികമായും പഴയ കെട്ടിടങ്ങൾ മാറ്റി പുതിയത് പണിയുമ്പോൾ അവർ പുതിയ നിർമ്മാണ രീതികൾ അവലംബിക്കും. അപ്പോൾ റോഡ് പുതിയത് വരുന്നു, അതിൻ്റെ ഇരുവശങ്ങളിലും പുതിയ കടകൾ, പുതിയ നിർമ്മാണങ്ങൾ വരുമ്പോൾ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ അക്ഷരാർത്ഥത്തിൽ മാറുന്ന നിലയിലേക്ക് അത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ല. സാർ, അത് തീർച്ചയായിട്ടും കേരളത്തിനൊരു പുതിയ അഭിമാനമായിരിക്കും ഉണ്ടാക്കുക. സാർ, ദേശീയപാത 85 സാർ 124 കിലോമീറ്ററിൻ്റെ നിർമ്മാണം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? മലയോര ഹൈവേ ഏതാണ്ട് 1,166 കിലോമീറ്റർ വരുന്നതാണ്. 149 കിലോമീറ്റർ റോഡിൻ്റെ പണി ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. 297 കിലോമീറ്ററിൻ്റെ പ്രവൃത്തി നടന്നു വരികയാണ്. സർ, തീരദേശ ഹൈവേ 623 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥലമേറ്റെടുക്ക നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ റവന്യൂ നടപടികളുടെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. സർ, ഒപ്പം തന്നെ സംസ്ഥാനത്തെ 20 ജംഗ്ഷനുകൾ കിഫ്ബി പദ്ധതി പ്രകാരം നമ്മൾ നവീകരിക്കുകയാണ്. മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ ജംഗ്ഷനുകളും ഈ പദ്ധതിയുടെ ഭാഗമായി വരികയാണ്. സർ, എൻ്റെ നിയോജക മണ്ഡലത്തിൽ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ അമ്പലമുക്ക് സാന്ത്വനം ജംഗ്ഷൻ ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നവീകരിക്കുകയാണ്. സ്ഥലമേറ്റെടുക്കൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. സർ, ആ കാര്യത്തിൽ എനിക്കൊന്ന് അഭ്യർത്ഥിക്കാനുള്ളത്, ആ ജംഗ്ഷൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് നെടുമങ്ങാട് ഭാഗത്തു നിന്നും സിറ്റിയിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന ഒരു ജംഗ്ഷനാണ് പേരൂർക്കട അമ്പലമുക്ക് ഭാഗം. സർ, ആ മേൽപ്പാലം ഉൾപ്പെടെ ഇപ്പോൾ ഗവൺമെൻറ് അവിടെ പണം അനുവദിച്ചിട്ടുണ്ട്. സർ, ആ ജംഗ്ഷൻ കുറച്ചുകൂടി വിപുലമായി വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി എടുത്താൽ ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന നിലയിലേക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, മറ്റൊന്ന് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. അത് ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കാണ്. ആ വാക്ക് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടാണ് ഏതാണ്ട് 666 കോടി രൂപ കിഫ്ബി വഴി സ്ഥലമേറ്റെടുക്കുന്നതിനടക്കം നീക്കിവെച്ചത്. സാർ, ആ റോഡുകൾ ഇപ്പോൾ നഗര റോഡുകൾക്ക് സമാനമായി വട്ടിയൂർക്കാവ് പോലുള്ള ഒരു പ്രദേശത്തെ റോഡുകൾ മാറുകയാണ്. 11 കിലോമീറ്റർ ദൂരം 11 കിലോമീറ്റർ ദൂരം 18 മീറ്ററായി വീതി കൊടുക്കുകയാണ്. സാർ, അപ്പോൾ ആ നിലയിലേക്ക് ഒരു മാറ്റത്തിന് ഈ ഗവൺമെൻറ് പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ടാണ് ആ നിലയിലേക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി സാധിക്കുന്നത്. സാർ, നേരത്തെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടന്ന് മത്സരിക്കുന്ന ആളുണ്ടല്ലോ, ശ്രീ മുരളീധരൻ, അദ്ദേഹം അടക്കം ജനങ്ങളെ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ച ആളാണ്. UDF ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഞങ്ങളത് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായി. അത് നടപ്പാക്കാൻ LDF ഗവൺമെൻറ് വരേണ്ടി വന്നു. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് വട്ടിയൂർക്കാവ് പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും കോടി രൂപയുടെ പദ്ധതി സഹായം അവിടുത്തെ ജനങ്ങൾക്ക് തരാൻ വേണ്ടി തയ്യാറായത്. അതുകൊണ്ട് അദ്ദേഹം വടകരയിൽ നിന്ന് ഇപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വന്നിട്ടുണ്ട്. എന്താ, ഓടി നടന്ന് മത്സരിക്കുകയാണല്ലോ. ഞാൻ സംശയിക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രീ മുരളീധരൻ കൂടി കൈ കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. അല്ലാതെ എങ്ങനെ അവിടെ ജയിക്കുക? അല്ലേ, അവിടുത്തെ കോൺഗ്രസ് ഉത്തരവാദിത്വം പറയണ്ടേ? തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പങ്കാളിത്തവും അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളിന്റെ പങ്കാളിത്തം അടക്കം പരിശോധിക്കണ്ടേ? അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുക.
സാർ, ആ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഇന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. 2 റീച്ചുകളുടെ ഏതാണ്ട് 400-ലധികം വരുന്ന ഭൂവുടമകൾക്ക് പണമടക്കം കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള എവിക്ഷൻ നോട്ടീസ് അടക്കം കൊടുത്ത് അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് നമുക്ക് പോവുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സാർ, ഇവിടെ ചില പത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ചില അംഗങ്ങൾ സംസാരിച്ചത്. സാർ, ഈ റോഡുകളൊക്കെ പണി കഴിയുമ്പോൾ എങ്ങനെയിരിക്കും സാർ? സാർ, ഒരു റോഡിന്റെ നിർമ്മാണ ഘട്ടം നടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്, മന്ത്രിയെ കുറ്റപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം സ്മാർട്ട് സിറ്റി വരുന്നത് എപ്പോഴെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്മാർട്ട് സിറ്റിയുടെ ആദ്യമെടുത്ത കരാറുകാരൻ അത് ഉപേക്ഷിച്ച് പോകുന്നൊരു സ്ഥിതി വന്നു. ആ ഉപേക്ഷിച്ച് പോയ ഘട്ടത്തിൽ ഗവൺമെന്റ് സത്ര നടപടികൾ എടുത്തുകൊണ്ടാണ് പുതിയ കരാറുകൾ കൊടുത്ത് ആ വർക്കിന്റെ പ്രത്യേക കരാർ രൂപം കൊണ്ടുവന്നു, പാക്കേജ് ആക്കി കൊണ്ടുവന്നു. ഇന്നിപ്പോ തിരുവനന്തപുരത്തെ റോഡുകൾ ഓരോന്നോരോന്നായി മെച്ചപ്പെട്ടു വരികയാണ്. സാർ, മാനവീയം വീഥി ഏറ്റവും മികച്ച നിലയിൽ ഉദ്ഘാടനം നടന്നതിന്റെ ആളുകൾ ഉപയോഗിക്കുകയാണ്. സാർ, കലാഭവൻ മണി റോഡ് ഏറ്റവും മികച്ച നിലയിൽ നമ്മൾ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എന്തേ പൂർത്തിയായ റോഡുകളെ കുറിച്ച് പറയാത്തത്? മറ്റു റോഡുകളെല്ലാം നിർമ്മാണ ഘട്ടത്തിൽ നടക്കുകയാണ്. ആ നിർമ്മാണ ഘട്ടത്തിൽ ഇരിക്കുന്ന ഏതാണ്ട് 12-ലധികം വരുന്ന റോഡുകൾ സാർ 1-2 മാസം കഴിയുമ്പോൾ പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും. ആ തുറന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും മികച്ച നഗര റോഡുകളായിരിക്കും ഈ തിരുവനന്തപുരത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ആർക്കാ സാർ സംശയം? നിങ്ങളപ്പോ ഇതിന് കൈയടിക്കോ? നിർമ്മാണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ എടുത്തു കാണിച്ചിട്ട് വർത്തമാനം പറയുകയാണ് സാർ. സാർ, നമ്മുടെ വെള്ളയമ്പലം ആൽത്തറ തൈക്കാട് റോഡ് എത്രയോ വർഷങ്ങളായിട്ട് അത് തൊട്ടിട്ട് സാർ ഈ ഗവൺമെന്റാണ് സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡ് ആവശ്യം വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സാർ അതിനകത്ത് സിവറേജ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഡക്റ്റുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. എല്ലാ സംവിധാനങ്ങളും വെച്ചുകൊണ്ടാണ് അവിടെ ഈ പണിയൊക്കെ നടക്കുന്നത്. സാർ, ഇനി PWD റോഡിൽ ഏതാണ്ട് 28 റോഡിൽ 25 റോഡിന്റെയും പണി പൂർത്തീകരിച്ചു. സാർ, നിങ്ങൾ എന്തേ അത് പറയാത്തത്? PWD ഏറ്റെടുത്ത സ്മാർട്ട് സിറ്റി റോഡുകളിൽ 28-ൽ 25-ന്റെയും പണി പൂർത്തീകരിച്ചു. ഇനി 3 റോഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സാർ, അങ്ങനെ ഓരോ റോഡുകളായി ഈ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂടി കാണണം. സാർ, ആകെ നമ്മൾ 63ഓളം റോഡുകളാണ് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഏറ്റെടുത്തത്. അത് കൃത്യമായിട്ടുള്ള നടപടിഘട്ടത്തിലാണ്. എല്ലാ റോഡുകളും ഏതാണ്ട് 75% പണി പുരോഗതി ഇതിനോടകം വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സാർ, ഇവിടെ ടൂറിസം രംഗത്ത് തിരുവനന്തപുരത്തിന് വലിയ പ്രാധാന്യമടക്കം നമ്മുടെ മന്ത്രി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, നമ്മുടെ മാനവീയം വീഥി ഏറ്റവും മികച്ച നിലയിൽ നവീകരിച്ച് അവിടെ മികച്ച പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, കനകക്കുന്ന് ഈ കേരളത്തിൽ തന്നെയും സംസ്ഥാന തലസ്ഥാനത്തെയും ഏറ്റവും മികച്ച ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. സാർ, അവിടെ അടിസ്ഥാന സൗകര്യമടക്കം ഈ ഗവൺമെന്റ് ഇപ്പോൾ പണം വകയിരുത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ട്രാവൻകൂർ ഇലിമിനേഷൻ ഇന്നിപ്പോൾ നഗരത്തിലെ പല പൈതൃക കെട്ടിടങ്ങളും ഏറ്റവും മികച്ച നിലയിൽ ഇലിമിനേറ്റ് ചെയ്ത് മനോഹരമാക്കുന്ന നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഇവിടെ തിരുവനന്തപുരത്തിന് സിറ്റി ഓഫ് സ്റ്റാച്യൂസ് എന്നൊരു പേര് കൂടിയുണ്ട്. സാർ, ആ പ്രതിമകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച മഹാരഥന്മാരുടെയാണ്. ആ മഹാരഥന്മാരുടെ ജീവചരിത്രം അടക്കം അടയാളപ്പെടുത്തിക്കൊണ്ട് ആ പ്രതിമകളടക്കം ഇലിമിനേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സാർ, ശംഖുമുഖം ടൂറിസം ഡെസ്റ്റിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തീർത്ഥാടക ടൂറിസം പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ഏറ്റവും മികച്ച നിലയിൽ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി നൽകി എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ ബഹുമാനപ്പെട്ട കാസർഗോഡ് അംഗം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഭക്ഷ്യവകുപ്പാണ് അവർ ജയിപ്പിച്ചതെന്നാണ് പറഞ്ഞത്. സാർ, നിങ്ങൾ ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനെ കൂടി കുറ്റപ്പെടുത്താൻ വേണ്ടി തയ്യാറാവാത്തത്? സാർ, റേഷൻ കടകളിൽ സാധനം ഇല്ലാതായാൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് കൂടിയാണ്. ആ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം പറയാൻ എന്തേ നെല്ലിക്കുന്നിന് മടി? ആ മടി കാണിക്കുന്ന നെല്ലിക്കുന്നാണ് പറയുന്നത്. സ്വന്തം കൊടി പോലും ഈ ഇലക്ഷനിൽ ഉപയോഗിക്കാൻ കഴിയാത്ത നെല്ലിക്കുന്നാണ് ലീഗിനെ കുറിച്ച് അഭിമാനം പറയുന്നത്. സ്വന്തം കൊടി ഉയർത്തി കാണിക്കാൻ വേണ്ടി കഴിയുമോ നിങ്ങൾക്ക്? ആ പച്ചക്കൊടി താഴെ വെച്ചിട്ട് നിങ്ങൾ കോൺഗ്രസിന് പിന്താങ്ങുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. അദ്ദേഹം പാർലമെന്റിൽ ഇരിക്കുമ്പോഴല്ലേ കർഷക വിരുദ്ധ ബില്ലുകളും തൊഴിലാളി വിരുദ്ധ ബില്ലുകളും രാജ്യത്തെ പൗരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പാസ്സാക്കിക്കൊണ്ടുപോയത്? അന്ന് ലീഗിന്റെ എംപിമാരോടെ പോയിരുന്നു, ബിരിയാണി കഴിക്കാൻ പോയിരുന്നു. ഞങ്ങളത് പറയും. നിങ്ങൾ ആ എതിർക്കേണ്ട സമയത്ത് എതിർക്കാതെ സ്വന്തം കൊടി പോലും താഴ്ത്തി വെച്ച് പോകുന്ന ഒരു സമീപനം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കാണാതെ പോകരുത്. അതുകൊണ്ട് നിങ്ങൾ ബാബു നെന്മാരുടെ നെഞ്ചത്തുനിന്ന് കയറണ്ട. അദ്ദേഹം പറയാനുള്ള കാര്യം അദ്ദേഹം ഏത് സമയത്തും പറയും. അങ്ങനെ പറയാൻ ധൈര്യമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, സ്വന്തം കൊടി പോലും ഉയർത്താൻ കഴിയാത്ത ലീഗ് അത്രയ്ക്ക് വലിയ കേമത്വമൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി വരുന്ന BJP ഭരണത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്നും കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഓരോ കാര്യങ്ങളിലും റിയാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ.
ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ധനവിനിയോഗ ബില്ലുകളെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.